ട്രേഡിങ്ങിലെ സൈക്കോളജി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മതി നിങ്ങൾക്ക് ടെക്നിക്കൽ അനലൈസ് ഒന്നും പഠിക്കാനുള്ള. ഒരു ക്യാൻഡിൽ എന്താണ്, അതിൻ്റെ ഓപ്പണിങ്, അതിൻ്റെ ക്ലോസിങ്, ഹൈയർ ലോ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ്, ഈ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ റിസ്ക് റിവാർഡ്, റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് എവിടെയാണ് നോക്കേണ്ടത്, ടാർഗറ്റ് എവിടെയാണ് നോക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏകദേശം 2 ആഴ്ച മതി. നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് പറയാൻ നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ് പ്രോസസ്സുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം എടുക്കേണ്ടത്. നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ തുടക്കകാലത്ത് എങ്ങനെയാണ്, ട്രേഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു അറിവുമില്ല, നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നിട്ട് 1000-ങ്ങളും 10,000-ങ്ങളും ഒന്നും അറിയാതെ ഉണ്ടാക്കിയ ദിവസങ്ങളില്ലേ? എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. യാതൊരു വസ്തുവല്ല. ഓപ്ഷൻ ചെയിൻ എന്താണ്, എങ്ങനെയാണ്, ഏതാണ് അറ്റ് ദ മണിയാണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയാണോ, ഏതാണ് ബൈ ചെയ്യേണ്ടത്, ടാർഗറ്റ് എവിടെയാണ്, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എവിടെയാണ്, ഇതൊന്നും അറിയാതെ ഞാൻ ആ സമയത്ത് 5000 10,000-ങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കിയ സമയങ്ങളും എനിക്കുണ്ട്. പിന്നെ എപ്പോഴാണ് ഈ പ്രോഫിറ്റിൽ നിന്ന് മാറി ലോസിലേക്ക് പോകാനായിട്ട് നമ്മൾ തുടങ്ങിയത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് പോകും. നമുക്ക് ഫ്രീ ആയിട്ടുള്ള പല സോഴ്സുകൾ കാണും. നമ്മൾ തെറ്റായ വഴികളിൽ കൂടി പോയി പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. അവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നല്ല നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യം, ട്രേഡിംഗ് എന്ന് പറയുന്നത് റിസ്ക്കാണ്. ഓപ്ഷൻ ട്രേഡിംഗ് റിസ്ക്കാണ്. ഇൻട്രാഡേ റിസ്ക്കാണ്. അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അത് മാത്രമാണ് സേഫ് എന്നുള്ള കാര്യങ്ങളിലുള്ള ഒരു ഡേറ്റയാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. നമ്മുടെ കയ്യിലേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ഈ ഡേറ്റയാണ് പിന്നെ നമ്മുടെ മൈൻഡ് പ്രോസസ്സ് ചെയ്ത് റിസൾട്ടായിട്ട് തരുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ട്രേഡിങ്ങിൽ കൂടെ പണം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതായതുകൊണ്ട് നമ്മുടെ മൈൻഡും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ തുടക്കകാലത്ത് ട്രേഡിങ് വഴി പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു കാര്യവും അറിയാതെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ എല്ലാം പഠിച്ചതിന് ശേഷവും ട്രേഡിങ്ങിൽ കൂടെ പണം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ.